ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ട്രെൻഡിങ് ആയി നിൽക്കുന്ന എയർ ഫ്രയറിനെ കുറിച്ചാണ്. എൻ്റെ വീട്ടിലുള്ളത് PG&E എയർ ഫ്രയറാണ്. ആമസോണിൽ നിന്നും 5 മാസം മുന്നേ വാങ്ങിയതാണ്. ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയും ചീപ്പസ്റ്റായി കിട്ടുന്ന എയർ ഫ്രയറാണിത്. എന്നാലും ഒരു പ്രീമിയം ലുക്കൊക്കെ ഉണ്ട്. ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് ബോഡിയും മുകളിൽ ഡിജിറ്റൽ ഡിസ്പ്ലേ ബാക്ക് ഷെയ്ഡുമാണ്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഹാൻഡിലുണ്ട്, അതിൽ പുൾ ഔട്ട് ട്രേ ഉണ്ട്. ഹാൻഡിൽ പിടിച്ച് വലിച്ച് തുറക്കണം. 4.2 ലിറ്ററിൻ്റെ നോൺ സ്റ്റിക്ക് ട്രേ ആണ് ഇതിലുള്ളത്. അതിൽ നോൺ സ്റ്റിക്ക് ആയിട്ടുള്ള ലിഡുമുണ്ട്. പുറകിൽ ഹോട്ട് എയർ പുറത്തു പോകാൻ എയർ വെൻറ്റുമുണ്ട്. സ്വിച്ച് ഓൺ ആക്കി പുൾ ഔട്ട് ട്രേ ക്ലോസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി പവർ ബട്ടൺ ഓൺ ആകുന്നു. ഇതിൽ ഗ്രിൽ ചെയ്യാം, ഫ്രൈ ചെയ്യാം, റോസ്റ്റ് ചെയ്യാം, ബേക്ക് ചെയ്യാം. ഇതിൻ്റെ വെയിറ്റും വളരെ കുറവാണ്. പവർ ബട്ടൺ ഓൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി സെറ്റായിട്ടുള്ള കുക്കിംഗ് ഓപ്ഷൻസ് ഓണായി വരും. ഡിഫോൾട്ടായി 9ഓളം കുക്കിംഗ് ഓപ്ഷൻസ് ഉണ്ട്. ഓരോ ഓപ്ഷനിലും ഡിഫോൾട്ടായിട്ടുള്ള ടൈമും ടെമ്പറേച്ചറും ഉണ്ട്. കൂടാതെ ടെമ്പറേച്ചർ കൂട്ടുവാനും കുറയ്ക്കുവാനും ടൈം കൂട്ടുവാനും കുറയ്ക്കുവാനും ഓപ്ഷൻസ് ഉണ്ട്. മെനു സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ആവശ്യമുള്ള കുക്കിംഗ് ഓപ്ഷൻ സെലക്റ്റായി വരുന്നതാണ്. ഇതിൽ ഫസ്റ്റ് ഓപ്ഷൻ ഫ്രഞ്ച് ഫ്രൈസ് ആണ്. നല്ല എണ്ണയിൽ മുക്കി പൊരിച്ചെടുക്കുന്ന ഫ്രഞ്ച് ഫ്രൈസ്. ഇതിൽ എണ്ണയില്ലാതെ ക്രിസ്പി ഫ്രൈ ചെയ്ത് കിട്ടും. സെക്കൻഡ് ഓപ്ഷൻ ടിക്കയാണ്. ഇതിൽ ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പനീർ ടിക്ക, ചിക്കൻ ടിക്ക അങ്ങനെ ഫ്രൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് ആണ്. തേർഡ് ഓപ്ഷൻ സമോസ, പബ്സ് അങ്ങനെയുള്ളതിനും. ഫോർത്ത് വെജിറ്റബിൾസ് റോസ്റ്റ് ചെയ്യുന്നതിനും. ഫിഫ്ത്ത് ഓപ്ഷൻ ടോസ്റ്റിങ്ങിനാണ്. പിസ്സ, ബ്രെഡ്, സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ ഉപയോഗിക്കാം. സിക്സ്ത് ഓപ്ഷൻ ഹീറ്റ് ചെയ്യാനുള്ളതാണ്. സെവൻത് ഓപ്ഷൻ ബേക്ക് ചെയ്യാനുള്ളതാണ്. എയ്ത്ത് ഓപ്ഷൻ ഹാർഡ് ബോയിലാണ്. മുട്ട, പഴം എന്നിവ പുഴുങ്ങുന്നതിനും ഏത്തപ്പഴം ചുട്ടെടുക്കുന്ന എന്നിവയ്ക്ക് ഉപയോഗിക്കാം. നയൻത് ഓപ്ഷൻ ഡീഫ്രോസൺ ആണ്. തണുത്ത സാധനങ്ങൾ ചൂടാക്കുന്നതിനാണ്. 5 മാസം കൊണ്ടിത് യൂസ് ചെയ്യുന്നുണ്ട്. ഓയിലൊട്ടും യൂസ് ചെയ്യാതെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കൊളസ്ട്രോൾ ഉള്ളവർക്കും നല്ല ടേസ്റ്റിയായി ഫുഡ് ഉണ്ടാക്കാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷനാണ്. ഇതിൽ ഫ്രൈ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ സ്റ്റിക്കി കോട്ടിംഗ് ഉണ്ടെങ്കിലും ഫ്രൈ ചെയ്യുമ്പോൾ ഇതിൽ ഒട്ടിപ്പിടിച്ച് നോൺ സ്റ്റിക്ക് ഇളകാനുള്ള ചാൻസ് ഉണ്ട്. അതിനായി ബട്ടർ പേപ്പറോ അലൂമിനിയം ഫോയിലോ ഉപയോഗിച്ച് വേണം ഫുഡ് ഐറ്റംസ് കുക്ക് ചെയ്യാൻ. ഇനി കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കി നോക്കാം. ആദ്യം എടുക്കുന്നത് പീനട്ടാണ്. ഇത് തൊലി കട്ടിപ്പിടിച്ചിരിക്കുന്നു. എയർ ഫ്രയർ ഓണാക്കി ഒരു 4 മിനിറ്റ് ആകുമ്പോൾ തന്നെ തൊലി കളയാൻ സാധിക്കും. ഒരു 2 മിനിറ്റ് കൂടെ വെച്ചാൽ പീനട്ട് ഫ്രൈ റെഡിയായി. അതുപോലെ തന്നെ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനും ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനും സാധിക്കും. ഏത്തപ്പഴവും കൂടെ വയ്ക്കുന്നുണ്ട്. അത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ തന്നെയുള്ള ഡിഫാൾട്ട് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്. കുറച്ച് ടെമ്പറേച്ചർ കൂട്ടി വെച്ചാൽ ചുട്ടെടുക്കുന്നത് പോലെ കിട്ടും. അത് വളരെ ടേസ്റ്റിയാണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.